ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് മലപ്പുറം കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് MBBS എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ബ്രില്യൻ സ്റ്റഡി സെന്റർ ആണ്. ആ ബ്രില്യന്റിലെ ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു വിജയ ശതമാനം കൊടുത്ത ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവന്തികയും അവന്തികയുടെ കുടുംബമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവന്തികയുടെ കുടുംബത്തിന്റെയും കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പം സ്കോർ 690 സ്കോർ കിട്ടി 720. അപ്പൊ എങ്ങനെയാണ് അത് കേട്ടപ്പോ ആദ്യത്തെ ഒരു ഫീൽ? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അത് അറിഞ്ഞപ്പോൾ ഒരുപാട് കാലമായിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ചെയ്തപ്പം ചെറിയ മാർക്കിന് പോയതാണ്. അപ്പോൾ അതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത് നല്ലൊരു സ്കോർ വാങ്ങി വീണ്ടും അത് നേടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു, വീട്ടിലെല്ലാവരും അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അവന്തിക്ക് ഇത്ര സ്കോർ കിട്ടിയപ്പം എങ്ങനെയായിരുന്നു പേരൻസ് എന്ന നില നിങ്ങൾക്ക്? ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതില് ആദ്യം നമ്മളിത് എന്താ പറയാ, ഇത് വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ അവള് പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് എഴുതി മാർക്ക് ഉണ്ടായപ്പോ പിന്നെ ബ്രില്യന്റിന്റെ ആ ഒരു സഹായം ഇതുണ്ടല്ലോ, സ്കോളർഷിപ്പ്, അതിലാണ് ഉള്ളു പഠിച്ചത്. അപ്പൊ അതില് വാങ്ങണം എന്ന് പിന്നെ കഴിഞ്ഞ കൊല്ലം കുറച്ച് ഇതില് പോയതാണ്. അപ്പം വാങ്ങണം എന്നുള്ള വാശി ഓർക്കും കിട്ടിയാല് ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു തോന്നിയത്? വളരെ അഭിമാനമാണ് തോന്നിയത്. ഒരു സാധാ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് പ്ലസ് ടു വരെ. പിന്നെ ഇത് കഴിഞ്ഞപ്പം അവൾക്ക് പറ്റും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എഴുതി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രില്യൻറ്റിന് ഓൺലൈൻ ചേർന്നു. അവിടുന്ന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് മിസ്സായിട്ട് പോയ അന്നും അവരുടെ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഞങ്ങൾക്കത് പഠിക്കാനുള്ള ഇത് കഴിഞ്ഞത്. പിന്നെ അപ്പോൾ ജസ്റ്റ് മിസ്സായപ്പോൾ അവൾക്ക് തന്നെ ഒരു വാശി തോന്നി. അപ്പോൾ ഒരു വർഷം കൂടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി നല്ലൊരു മാർക്കായി കിട്ടി. നല്ല സന്തോഷം തോന്നി. അമ്മാമ്മയ്ക്കൊക്കെയോ? ഞങ്ങൾക്ക് സന്തോഷമാണ്. ഓള് പഠിച്ചങ്ങനെ ആയാല് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. 2 മോളാണ്. ഓല് നല്ലോണം പഠിച്ച് ഉയരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം വെച്ച് കുത്തിരിക്കാൻ. ഞങ്ങൾ എങ്ങനെ തോന്നി? മക്കള് നല്ല പഠിക്കുന്ന ഞങ്ങൾക്ക് ആദ്യം SLC പഠിക്കുമ്പോ പഠിക്കാൻ വേണ്ടി പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ഉയർന്ന് പഠിച്ചു പോലെ ഞങ്ങൾ എല്ലാം ഞങ്ങൾ കയ്യിൽ പൊക്കെ ഞങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് പാലാ ബ്രില്യന്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാര്യം? പാലാ ബ്രില്യന്റ് കേരളത്തിലെ നമ്പർ 1 എന്താ പറയുക കോച്ചിങ് സെന്റർ ആണ്. അപ്പം പിന്നെ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അവിടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അങ്ങനെ അവിടെ ഞങ്ങൾ അന്ന് ഓൺലൈനായിട്ട് ചെയ്ത് നല്ല സ്കോളർഷിപ്പ് കിട്ടി. ഓഫ്ലൈനായിട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കൊറോണയുടെ ഒരു സാഹചര്യം കൊണ്ട് ആ വർഷം ഓൺലൈനായിട്ട് ചെയ്തത്. അപ്പം കുടുംബത്തിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പം മോളുടെ പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? വളരെ മിടുക്കിയായിരുന്നു. SLC ഫുള്ള് A+ ആയിരുന്നു. പ്ലസ് ടു അങ്ങനെ തന്നെ. പിന്നെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാറുണ്ട്. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പൊക്കെ കിട്ടിയതാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന ആളാണ്. ആളാളെ കളിയൊക്കെ കളിച്ചാലും പഠിക്കാനുള്ളത് പഠിക്കും. ബ്രില്യന്റിൽ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു പഠിത്തം? നല്ല നല്ല മെന്റേഴ്സും ഹോസ്റ്റലായാലും നല്ല ഭക്ഷണം. നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ടീച്ചേഴ്സ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പിന്നെ എന്തെങ്കിലും നമ്മളടുത്ത് തന്നെ അങ്ങനെ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസ്റ്റലിൽ ഞങ്ങൾ ഇടയ്ക്ക് പോയി നോക്കാറുണ്ട്. ഹോസ്റ്റൽ വിശേഷമൊക്കെ ആള് പറയാറുണ്ടോ അവിടുത്തെ? എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? നല്ല അടിപൊളിയാണ്. ഫുഡാണ് ഏറ്റവും ഇഷ്ടം. നല്ല ഫുഡാണ്. കോഴിക്കോട് നല്ല ഫുഡാണ്. പിന്നെ എല്ലാത്തരം ഐറ്റംസ് ഉണ്ടാവും എന്നൊക്കെ പറയും. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച്, എപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ ടീച്ചേഴ്സും ആദ്യം ഉണ്ടായിരുന്ന മെന്ററും വിളിച്ചിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ ഫസ്റ്റ് തന്നെ വിളിച്ചിരുന്നു. ഭയങ്കര സന്തോഷമായി. ടീച്ചർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ജസ്റ്റ് മിസ്സായപ്പോൾ.
ഓക്കെ, അപ്പൊ ഇയാളുടെ ഇപ്പം ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു സ്കോർ കിട്ടുക, MBBS പഠിക്കുക എന്നൊക്കെ ഉള്ളത്. സോ അപ്പൊ നമ്മുടെ അവന്തികയുടെ ആഗ്രഹം പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ സമൂഹത്തിന് നല്ലൊരു ഡോക്ടറായിട്ട് ഇറങ്ങട്ടെ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം നൽകിയ അവന്തിക്കും കുടുംബത്തിനും നന്ദി. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.